കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെന്റിന് പോയിട്ടുള്ളവരൊക്കെ കേട്ടിട്ടുള്ള ഒരു ടേമാണ് ഫോളിക്കുലാർ സ്റ്റഡി എന്ന് പറയുന്നത്. അങ്ങനെ പോകാത്ത ഒരുപാട് പേരുണ്ട്. കാരണം പ്രഗ്നൻസി ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളവർ, അല്ലെങ്കിൽ ഹസ്ബൻഡ് പുറത്തായിട്ട് പ്രഗ്നൻസി ഒരുമിച്ച് ഒരുപാട് നാളുകൾ ട്രൈ ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഫോളിക്കുലാർ സ്റ്റഡിയെ പറ്റി അധികം അറിവ് ഇല്ലാത്തവരാണ്. അങ്ങനെയുള്ളവർക്ക് എന്താണ് ഫോളിക്കുലാർ സ്റ്റഡി എന്നും ഫോളിക്കുലാർ സ്റ്റഡിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നും ഫോളിക്കുലാർ സ്റ്റഡി നടത്തിയതിനു ശേഷം പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള വിഷയത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫോളിക്കുലാർ സ്റ്റഡി ആ ഒരു ടേം ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഫോളിക്കിൾസിന്, അതായത് നമ്മുടെ ആ ഒരു അണ്ടം വളരുന്ന ആ അണ്ടത്തിന് ചുറ്റും കവർ ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു ആവരണത്തിന്, ആ ഫോളിക്കിൾസിന് ഗ്രോത്ത് ഉണ്ടോ, വളർച്ചയുണ്ടോ, അല്ലെങ്കിൽ ഫോളിക്കിൾസ് കൃത്യമായിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒന്നാണ് ഫോളിക്കുലാർ സ്റ്റഡി എന്ന് പറയുന്നത്. ഈ ഫോളിക്കുലാർ സ്റ്റഡിയിൽ ഒരിക്കലും അണ്ടത്തിനെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, മറിച്ച് ഫോളിക്കിളിനെയാണ്. എഗ്ഗിനെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, ഫോളിക്കിളിനെയാണ് ഫോളിക്കുലാർ സ്റ്റഡിയിൽ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഫോളിക്കുലാർ സ്റ്റഡി നടത്തുന്നത് ട്രാൻസ് വജൈനൽ അൾട്രാസൗണ്ട് വെച്ചിട്ടാണ്. ട്രാൻസ് വജൈനൽ അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വജൈനയിലൂടെ ആ ഒരു സ്കാനിങ്ങിന്റെ എക്യുപ്മെന്റ് കടത്തിവിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അബ്ഡോമനിൽ നമുക്കിത് ചെയ്ത് കഴിഞ്ഞാലും ഒട്ടും തന്നെ ആ ഒരു ആക്യുറസി ഉണ്ടാവില്ല. വ്യക്തമായിട്ട് എത്രത്തോളം വളർച്ചയുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ട്രാൻസ് വജൈനൽ അൾട്രാസൗണ്ട് വഴി ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുന്നത്. ഏകദേശം ഒരു പീരിയഡ്സിന്റെ 8ാമത്തെ ഡേ ഒക്കെ ആകുമ്പോഴായിരിക്കും ട്രാൻസ് വജൈനൽ അൾട്രാസൗണ്ട് ചെയ്യുന്നത്. ഈ ഒരു ഫോളിക്കുലാർ സ്റ്റഡി നടത്തുന്നതിന് മുൻപ് ചിലപ്പോൾ നിങ്ങളൊരു ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ ഡോക്ടർ നമുക്ക് ലെട്രസോളിന്റെ മെഡിസിൻ തരും. ചിലരിൽ ലെട്രസോളിന്റെ മെഡിസിൻ തുടക്കത്തിലേ കൊടുക്കും. ചിലരിൽ പറയും ആ ഒരു ടൈം ആയിട്ടില്ല, നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഡോക്ടേഴ്സ് പറയും നിങ്ങൾ ഈ പീരിയഡ്സിന്റെ ഇത്രാമത്തെ തീയതി വരൂ, നമുക്ക് അണ്ടം വളരുന്നുണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം അടുത്ത സൈക്കിളിൽ നമുക്ക് അണ്ടം വളരുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ലെട്രസോളിന്റെ മെഡിസിൻ തരാം, അല്ലെങ്കിൽ HCG ഇഞ്ചക്ഷൻ തരാം എന്നുള്ള കാര്യം ഡോക്ടർ പറയും. അപ്പോൾ പീരിയഡ്സിന്റെ മിക്കവാറും 8ാമത്തെ ദിവസം മുതലായിരിക്കും ഫോളിക്കുലാർ സ്റ്റഡിയുടെ ആ ഒരു പ്രോസസ് തുടങ്ങുന്നത്. 8ാമത്തെ ദിവസം നമുക്ക് 2 അണ്ടാശയങ്ങളാണ് ഉള്ളത്. ഈ 2 അണ്ടാശയങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചിലപ്പോൾ എല്ലാ തവണയും ആ ഒരു ഓവുലേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുന്നത്. ഓരോ അണ്ടാശയങ്ങൾ വീതം ഓരോ തവണയും ഓൾട്ടർനേറ്റീവ്ലി പ്രിപ്പയർ ആകും. ചിലപ്പോൾ റൈറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ലെഫ്റ്റ്, അങ്ങനെ മാറിയായിരിക്കും ചെയ്യുന്നത്. ചില സിറ്റുവേഷനുകളിൽ 2 ഓവറീസും ഒരുപോലെ തന്നെ സ്റ്റിമുലേറ്റ് ആവാറുണ്ട്, ചില റെയർ ആയിട്ടുള്ള സിറ്റുവേഷനുകളിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഫോളിക്കുലാർ സ്റ്റഡി നടത്തി കഴിയുമ്പോഴേക്കും എങ്ങനെയാണ് റൈറ്റ് ഓവറിയിൽ അണ്ടം ഉണ്ടോ, എങ്ങനെയാണ് മൾട്ടിപ്പിൾ ഫോളിക്കുലേഴ്സ് ആണോ വളരുന്നത്, അല്ലെങ്കിൽ ഡൊമിനന്റ് ഫോളിക്കിൾ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഫോളിക്കുലാർ സ്റ്റഡി ചെയ്യുന്നത് സഹായിക്കുന്നു. മൾട്ടിപ്പിൾ സ്മോൾ ഫോളിക്കിൾസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സ്കാനിംഗ് റിപ്പോർട്ടിൽ MSF എന്ന് നോട്ട് ചെയ്തിട്ടുണ്ടാകും. ഒന്നുകിൽ റൈറ്റ് ഓവറിയിൽ MSF ഉണ്ടാകും, അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവറിയിൽ MSF ഉണ്ടാകും. അതിനുശേഷം പിന്നീട് അങ്ങോട്ടേക്ക് ഡൊമിനന്റ് ഫോളിക്കിൾ വളരുന്നുണ്ടോ, അതായത് ഏറ്റവും കൂടുതൽ മൂപ്പ് എത്തിയിട്ട് ഒരു അണ്ടം വരുന്നുണ്ടോ, അതിന്റെ സൈസ് എത്രയാണ് എന്നൊക്കെയാണ് ഡോക്ടേഴ്സ് മോണിറ്റർ ചെയ്യാറ്. ഒരു 80 to 20 അല്ലെങ്കിൽ ഒരു 22 സൈസിൽ എത്തിക്കഴിഞ്ഞാൽ പല അണ്ടങ്ങളും നാച്ചുറലി റപ്ചർ ആകും. അതായത് പല ഫോളിക്കിൾസും നാച്ചുറലി അത് പൊട്ടും. ചില ഫോളിക്കിളൊക്കെ എന്ന് പറയുന്നത് പൊട്ടാതെ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഡോക്ടേഴ്സ് ഇഞ്ചക്ഷൻ കൊടുക്കുകയും ഒരു 36 അവേഴ്സിനുള്ളിൽ അത് പൊട്ടുകയുമാണ് ചെയ്യാറ്. ഇവിടെ ആ ഒരു ഫോളിക്കുലാർ സ്റ്റഡി നടത്തി കഴിയുമ്പോഴേക്കും ഏകദേശം അണ്ടത്തിന്റെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് മൂപ്പെത്തി വളരുന്ന അണ്ടമാണെങ്കിൽ നമ്മൾ മെഡിസിൻസോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസോ കൊടുക്കാതെ നാച്ചുറലി അത് റപ്ചർ ആവുകയാണ് ചെയ്യാറ്. ഇവിടെ നമ്മൾ ആ ഒരു ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഫോളിക്കിളിനെ മാത്രമായിരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അവിടെ അണ്ടത്തിന്, അതായത് എഗ്ഗിനെ കാണാനായിട്ട് സാധിക്കില്ല. എഗ്ഗും സ്പേമും നമുക്ക് വിസിബിൾ ആകുന്നത് ഓൺലി മൈക്രോസ്കോപ്പ് വഴി നമ്മൾ നോക്കുമ്പോഴായിരിക്കും വിസിബിൾ ആവുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് ആ ഒരു ഗ്രോത്ത് മെഷർ ചെയ്യുന്നത് ആ ഫോളിക്കിൾസിന്റെ ഗ്രോത്ത് ആണ് മെഷർ ചെയ്യുന്നത്. അപ്പോ ഈ ഒരു ഫോളിക്കിൾസിന്റെ ഗ്രോത്ത് മെഷർ ചെയ്യുന്നതോടൊപ്പം തന്നെ ചെക്ക് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് എൻഡോമെട്രിയൽ ലൈനിങ്ങും. നമുക്ക് എൻഡോമെട്രിയൽ ലൈനിങ് മെഷർ ചെയ്യുന്നത് ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു എഗ്ഗ് വന്നു കഴിഞ്ഞാൽ അത് യൂട്രസിന്റെ ലൈനിങ്ങിൽ അറ്റാച്ച് ആകണം. യൂട്രസിന്റെ ലൈനിങ്ങിന് കൃത്യമായിട്ടുള്ള ഒരു തിക്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു 8 mm ഒക്കെ എബോവ് തിക്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഫോളിക്കിൾസിന് അവിടെ പിടിച്ചു വളരാൻ, ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിന്, എംബ്രിയോയ്ക്ക് അവിടെ പിടിച്ചു വളരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ആ ഒരു ഗ്രോത്ത് ഇതിനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻഡോമെട്രിയൽ ലൈനിങ്ങും കൂടി മെഷർ ചെയ്യാറാണ് ഫോളിക്കുലാർ സ്റ്റഡിയിൽ ചെയ്യാറ്. ഇനി
ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫോളിക്കുലർ സ്റ്റഡി പെയിൻഫുൾ ആണോ എന്നുള്ള ഒരു കാര്യം. ഫോളിക്കുലർ സ്റ്റഡി പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല. നമ്മൾ മര്യാദക്ക് കിടന്നു കൊടുക്കുകയാണെങ്കിൽ അത് ഫോളിക്കുലർ സ്റ്റഡി എന്ന് പറയുന്നത് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല. നമ്മുടെ ആ ഒരു എന്താ പറയുക, ഒരു സ്കാനിങ് മെഷീൻ, ഒരു സ്കാനിങ്ങിന്റെ ഒരു എക്യുപ്മെന്റ് ഉള്ളിലോട്ട് കടത്തി വിടുമ്പോഴേക്കും നമുക്ക് ചെറിയൊരു പെയിനും ഡിസ്കംഫോർട്ടും ഉണ്ടാകും. നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മസിൽസ് ഒക്കെ കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കാതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ മെഷീൻ അകത്തേക്ക് കയറി പോയിക്കോളും. പക്ഷെ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് അങ്ങനെ ഇരിക്കുകയല്ല, നമ്മൾ കുറച്ചൊന്ന് പേടിച്ച് നമ്മൾ ടെൻഷൻ ആയിട്ടൊക്കെ ഇരിക്കുകയാണ്, നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അവർ കയറി പോകാൻ വേണ്ടിയിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഇത് ചെയ്യുന്നതിന് മുൻപ് ഡോക്ടേഴ്സ് നമ്മുടെ ബ്ലാഡർ എം ടി ആക്കാനായിട്ട് പറയാം, അതായത് യൂറിനേറ്റ് ചെയ്തിട്ട് വരാനാണ് പറയാറ്. എന്നാലേ ആ ഒരു പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് ഫോളിക്കുലർ സ്റ്റഡിയുടെ ആ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി ഫോളിക്കുലർ സ്റ്റഡി നടന്നതിന് ശേഷം പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോളിക്കുലർ സ്റ്റഡി നമുക്ക് നടത്തിയിട്ട് ഏകദേശം ഒരു ഓവുലേഷൻ അടുക്കാറായിട്ടുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് അണ്ടത്തിന് മൂപ്പ് എത്തിയിട്ടുണ്ടെങ്കിൽ ആ സമയം മുതൽ തന്നെ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് തുടങ്ങുക. ഡോക്ടേഴ്സ് ചിലപ്പോൾ ഓൾട്ടർനേറ്റീവ്ലി ആയിരിക്കും ഫോളിക്കുലർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മളെ വിളിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റത്തെ ദിവസം നമ്മൾ പോകുമ്പോഴേക്കും ഏകദേശം അണ്ടം പൊട്ടാറായിട്ടുണ്ടെങ്കിൽ, ആ ഒരു വലിപ്പം എത്തിയിട്ടുണ്ട്, ഒരു 80 അല്ലെങ്കിൽ ഒരു 70 വലിപ്പം എത്തിയിട്ടുണ്ടെങ്കിൽ ആ സമയം മുതൽ തന്നെ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് തുടങ്ങുക. ആ സമയം മുതൽ തുടങ്ങി ഡോക്ടർ നിങ്ങൾ അടുത്ത ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ അണ്ടം പൊട്ടിയെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ശേഷിക്കുന്നത് ഒരു 36 അവേഴ്സ് മാത്രമായിരിക്കും. ഈ 36 അവേഴ്സിൽ നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് ചിലപ്പോൾ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും വയ്യായിക വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുന്നത്, അങ്ങനെയൊക്കെ കൊണ്ട് പലർക്കും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അണ്ടത്തിന് ഏകദേശം ഗ്രോത്ത് എത്തി എന്ന് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ അന്ന് മനസ്സിലാകാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് തുടങ്ങുക. ഡെയിലിയോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവിലോ നിങ്ങൾക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ തന്നെ കൂടുതലായിട്ടും പറയുന്നില്ല, നമ്മൾ എപ്പോഴും വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം നിങ്ങൾ കഴിക്കുക. കഴിവതും ഈ ഒരു പ്രോസസ്സ് കഴിയുന്ന സമയങ്ങളിൽ നിങ്ങൾ ശരീരം റിലാക്സ്ഡ് ആയിട്ട് വെക്കാനായിട്ട് നിൽക്കുക. ആ ഒരു പ്രോസസ്സൊക്കെ ചെയ്തിട്ട് നെഗറ്റീവ് ആകുമോ പോസിറ്റീവ് ആകുമോ എന്നൊക്കെ ആലോചിക്കാതെ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ലക്ഷണങ്ങളെ ഓവറായിട്ട് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ കുഴപ്പിക്കാതെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫോളിക്കുലർ സ്റ്റഡിയുടെ റിസൾട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. അതിനുശേഷം ഫോളിക്കുലർ സ്റ്റഡി നടത്തിയവർക്ക് പലപ്പോഴും ഡോക്ടേഴ്സ് കൊടുക്കാറുള്ളൊരു മെഡിസിനാണ് പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ്സ്. ഈ പ്രൊജസ്ട്രോൺ മെഡിസിൻ ചിലർക്ക് വജൈനയിൽ ഇൻസേർട്ട് ചെയ്യാനായിരിക്കും കൊടുക്കുന്നത്, ചിലർക്ക് ഓറലി കഴിക്കാനായിരിക്കും കൊടുക്കുന്നത്. ഈ പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ നമ്മൾ ഫസ്റ്റ് ആയിട്ട് എടുക്കുമ്പോഴേക്കും ഒരുപാട് സൈഡ് എഫക്ട്സ് നമുക്ക് വരാറുണ്ട്. അതായത് വൊമിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുക, ചിലർ വൊമിറ്റ് ചെയ്യുക, ചിലർക്ക് ടെൻഡൻസി ഉണ്ടാവുക, ചിലർക്ക് ബ്രസ്റ്റിൽ പെയിൻ ഉണ്ടാകും, അബ്ഡോമൻ ക്രാംസ് ഉണ്ടാകും, ബോഡി ഫുൾ ടയർഡായിട്ട് തോന്നും, എപ്പോഴും കിടക്കാനായിട്ട് ഉറങ്ങാനായിട്ട് മാത്രം നമുക്ക് തോന്നും, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഈ സമയത്ത് ആരും പ്രൊജസ്ട്രോണിന്റെ മരുന്ന് നിർത്താനായിട്ട് പാടില്ല. കാരണം നമ്മുടെ പ്രഗ്നൻസി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മെഡിസിനാണ് ആ ഒരു പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡ് ആകാതെ ഒരു പ്രഗ്നൻസി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ ഉണ്ടാവുന്നത് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ സൈഡ് എഫക്ട്സ് കണ്ടിട്ട് ആരും പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ സ്കിപ്പ് ചെയ്യാതിരിക്കുക. പ്രൊജസ്ട്രോൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്നതും നിങ്ങളുടെ ഒരു പ്രഗ്നൻസിയെ സക്സസ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-ന് ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കുക ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.